ഇല്ല 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 ചേട്ടത്തി മൂവ് ചെയ്താണ് പറ്റില്ല പറ്റില്ല ചേട്ടത്തി മൂവ് ചെയ്താണെന്നേ ഇല്ല പറ്റില്ല 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 കള്ളകളി കള്ളകളി ചേട്ടത്തി മൂവ് ചെയ്താണ് എന്താ എന്താ ഇവിടെ ബഹളം? ചേട്ടത്തി ട്രാപ്പ് ചെയ്താണെന്നേ ഇപ്പൊ സമ്മതിക്കുന്നില്ല. ആദ്യം കളിക്കാം. അപ്പോഴേ ശ്രീമതി മണി 12 കഴിഞ്ഞു, ഉറങ്ങണ്ടേ? എത്രയായാലും ഞാൻ ഇങ്ങനെ തോപ്പിച്ചിട്ട് കിടന്നുള്ള ബാലട്ട ബാലട്ടം വീട്ടിൽ നിന്ന് ഉറങ്ങിക്കും. Yes, come in. ഇതാര് മിസ്റ്റർ വിജയൻ? ബാബു ഇവിടെ ഉണ്ടായിരുന്നോ? ഹൗസ് സർവീസ് ഒക്കെ കഴിഞ്ഞല്ലേ? യെസ്. വിജയൻ ഇപ്പോഴും ഇവിടുത്തെ എസ്ഐ അല്ല, എനിക്ക് ട്രാൻസ്ഫർ ആയി ആലപ്പുഴ ജില്ലയിലേക്ക് വിത്ത് പ്രൊമോഷൻ. ഓ കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. എനിക്ക് ഇന്ന് തന്നെ ചാർജ് എടുക്കണം. അതിനു മുമ്പ് ചേട്ടനെ കാണാൻ വന്നതല്ലേ? അതെ, അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ കൊണ്ടാ എനിക്ക് ഇത്ര പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടിയത്. ആ ചേട്ടത്തി മിസ്റ്റർ വിജയൻ വന്നിരിക്കുന്നത് ചേട്ടനോടൊന്ന് പറ. ഇനി എന്താ അടുത്ത പ്ലാൻ? ഹയർ സ്റ്റഡീസിന് ഫോറിനിൽ പോകണമെന്നാ ചേട്ടനെ നിർബന്ധം. യു മസ്റ്റ്. മിസ്റ്റർ ബാബു, ഒരു വലിയ മനുഷ്യനാണ് നിങ്ങളുടെ ചേട്ടൻ. എ മോസ്റ്റ് ലവിംഗ് ബ്രദർ ഐ ഹാവ് എവർ സീൻ. അതെന്താ അങ്ങനെ പറഞ്ഞു? ഒരു 6 മാസം മുമ്പ് ബാബുവിന് ഒരു ആക്സിഡന്റ് ഉണ്ടായില്ലേ? ചെറിയൊരു മോട്ടോർ ബൈക്ക് ആക്സിഡന്റ്. അന്ന് ആ വിവരത്തിന് ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോ നിങ്ങളുടെ ചേട്ടൻ അനുഭവിച്ച വേദന ഞാൻ നേരിട്ട് കണ്ടതാ. ഹി വാസ് വീപ്പിംഗ് ലൈക്ക് എ ചൈൽഡ്. പിന്നെ നിങ്ങൾ നേരിട്ട് ഫോണിൽ സംസാരിച്ച ശേഷമാ അദ്ദേഹം സമാധാനപ്പെട്ടത്. ചേട്ടൻ വരുന്നുണ്ട്. അല്ല, മിസ്റ്റർ വിജയനോ? സാർ, ഞാനിന്ന് ചാർജ് എടുക്കുകയാണ്. യെസ്, ഐ നോ. സാറിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. യു ആർ റോങ് മിസ്റ്റർ വിജയൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പ്രൊമോഷൻ അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഐ വിഷ് യു ഓൾ സക്സസ്. കുട്ടികൾ അവര് സ്കൂളിൽ പോയി. ഇത് ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിയതാ. എന്താണിത്? കുറച്ച് സ്വീറ്റ്സ് ആണ് സാർ. നോ 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 നോ, ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ക്ഷമിക്കണം സാർ, എന്റെ ഒരു സന്തോഷത്തിന്. അത് വേണ്ട. ബാലേട്ട, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. നോ സർ. എന്തോ? താങ്ക് യു. പാവം വിജയനാകെ വേർത്തുപോയി. എന്തോ? അച്ഛൻ സമ്പാദിച്ച സ്വത്ത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് ആവശ്യത്തിന് ശമ്പളവും ഉണ്ട്. പിന്നെന്തിനായി? ഇത് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന അല്പം സ്വീറ്റ്സ് അല്ലേ ബാലേട്ട? ഇതുപോലെ അല്പം സീറ്റിൽ തുടങ്ങുന്ന പ്രവണതയാണ് ബലഹീനരായ പല ഉദ്യോഗസ്ഥന്മാരെയും വലിയ കൈക്കൂലിക്കാരാക്കി തീർത്തിട്ടുള്ളത്.
ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് വെയിലടിച്ചിട്ട് കിടന്ന് ഉറങ്ങാണല്ലേ? നീനെ എണീക്ക് മക്കളെ, എണീക്ക്. മോനെ ഗുഡ് മോർണിംഗ് മമ്മി. മോർണിംഗ് ഡാർലിംഗ്. മമ്മി എന്നെ എന്തിനു വിളിച്ചിട്ട് കാണുന്നില്ല? എന്താ മനുഷ്യൻ കാലൊക്കെ തുടങ്ങി. ഞാൻ ഇന്നലെ കെട്ടിപ്പിടിച്ചെന്ന് കണ്ടത് ഈ സാരി എടുത്തിട്ടുള്ളതാ. നീ എടുത്തടാ. ഞാനും കൊടുത്തില്ല. പിന്നെ ഇത് എവിടെ പോവാനാ? അതിവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ നോക്കിയെടുത്ത് വെക്കാം. രണ്ടുപേരും പല്ല് വെച്ചിട്ട് പോയിരുന്ന് പഠിക്കാൻ നോക്കാം. സജിയല്ലേ എന്റെ യന്ത്രമനുഷ്യനെ എടുത്തത്? എനിക്കെന്തിനാ അത്? ഞാൻ ഡാഡിയോട് പറയും. ഡാഡി ചോദിക്കുമ്പോ നേര് പറയുമല്ലോ. ബൈജു എഴുന്നേക്ക്. ഇത് നീനയുടെ കയ്യിൽ നിന്ന് നീ എപ്പോ എടുത്തു? ചേച്ചി ഉറങ്ങിക്കിടന്നപ്പോ. അമ്പടാ വീര. ബലട്ടാ, ഈ കൊച്ചു കള്ളം ചെയ്ത പണിയുണ്ടോ? എന്താ? ഇന്നലെ രാത്രി ആരും അറിയാതെ നീനയുടെ മുറി പോയി വന്നിട്ട് മോഷിച്ചോണ്ട് വന്നിരിക്കുന്നു. നീ ചൂണ്ടാനും തുടങ്ങിയോ? ഇവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. ഇവിടെ മമ്മി നീ എന്തിനാ മോഷ്ടിക്കാൻ പോയത്? ഇനി അങ്ങനെ ചെയ്യുമോ? ഇല്ല. നാലിടി കൊടുക്കണം. ഇവിടെ മമ്മി ഇപ്പൊ എന്തിനാ മമ്മീനെ വിളിക്കുന്നേ? നീ മോഷ്ടിച്ചോണ്ടല്ലേ? വേഗം കൊണ്ടുപോയി ചേച്ചിക്ക് കൊടുക്ക്. സാറേ, ഇത് സ്റ്റേഷനല്ല, വീടാ. കുഞ്ഞുങ്ങളെ പോലീസ് മുറിയിലാണ് പേടിപ്പിക്കുന്നത്. ഇനി കുഞ്ഞുങ്ങളായാലും തെറ്റ് ചെയ്താൽ ശാസിക്കണം, വേണ്ടി വന്നാൽ ശിക്ഷിക്കുകയും വേണം. നമുക്കെല്ലാം പോലീസ് മുറിയിലാണല്ലോ. ആ കൊലയുടിങ്ങിടും. അച്ഛനാണ്. അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് എത്ര നാളായി? നിനക്കെന്താ നീ വല്ലപ്പോഴും അങ്ങോട്ടൊന്നും ഒന്നുകൂടെ? ഞാൻ ജീവിച്ചിരിക്കുന്നു, അതോ മരിച്ചോ തിരക്കൂടെ? അയ്യോ അച്ഛ, എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ? ഇവിടുന്ന് ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റില്ല. ബാലനാണെങ്കിൽ ജോലി തിരക്കണം, പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടേ. നിനക്ക് നിന്റെ മക്കളെ ഓർത്തിട്ട്, എനിക്ക് എന്റെ മോളെ ഓർത്തിട്ട്. വാ അച്ഛൻ. അന്ന് നിന്റെ ഷർട്ട് വയ്ക്കാൻ കൊടുത്ത് വാങ്ങിച്ചോ? ആ, വൈകുന്നേരം ആട്ടെ. ഇന്നലെയും പറഞ്ഞു വൈകുന്നേരം ആട്ടൊന്ന്. ഇനി അങ്ങനെ വല്ലതും പോകാൻ നേരത്താ ഷർട്ടിന്റെ കാര്യം ചോദിക്കുന്നത്. ഒന്നിനും ഒരു ശ്രദ്ധയില്ല. ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. എടീ, ഇവൻ ഇവിടുത്തെ കാരണവരെ പോലെയാണല്ലോ. ഒന്നും പറയണ്ടച്ച. ഇവിടുത്തെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും വീഴ്ച വന്നാ കുമാരേട്ടൻ കയറ് പൊട്ടിക്കും. ഇവനെ ഇപ്പൊ കണ്ട 2 കൊലപാതകവും ചെയ്ത് 10-15 വർഷം ജയിലിൽ കിടന്നവനാണെന്ന് ആരെങ്കിലും പറയുവോ? ഇവിടെ ബാലേട്ടൻ വിളിച്ചോണ്ട് വന്ന് നിർത്തിയപ്പോ ആദ്യം എനിക്കും പേടി തോന്നി. പിന്നീടാണ് മനസ്സിലായത് കുഞ്ഞുങ്ങളുടെ പ്രകൃതമാണെന്ന്. ബാബു എങ്ങോട്ട് പോയതാ മോളെ? അച്ഛൻ എന്നെ കണ്ടോ? ഞാൻ വരുന്ന വഴിക്ക് മോട്ടോർ സൈക്കിളിൽ പോകുന്ന കണ്ടു. ആ, ഏതോ കൂട്ടുകാരെ കാണാൻ പോയതാ. അയ്യോ മക്കളെ, അപ്പൂപ്പന്റെ ഉടുപ്പൊക്കെ അഴുക്കാവും. ആകട്ടടി, ഇവരല്ലാതെ വേറെ ആരുണ്ടടി എന്റെ ഉടുപ്പഴുക്കാക്കാൻ? കൊങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊങ്ങോ? ഈ തേങ്ങടാത്തിരിക്കുന്ന കൊങ്ങ്. കൊങ്ങല്ലടാ മോനെ, പൊങ്ങ്. അവിടെ വരുമ്പോ അപ്പൂപ്പ തരാം. എനിക്കും തരണം. എനിക്കും. എല്ലാവർക്കും തരാം. അച്ഛാ, വൈദ്യന് മാത്രം കൊടുക്കണ്ട. അതെന്താ? ഇവനേ ചില്ലറ മോഷണമൊക്കെ തുടങ്ങിയിരിക്കുക. നേരാണോടാ മോനെ? ഞാൻ ചേച്ചിയുടെ പാവെന്നെടുത്തു, അതിനാ. അത്രേ ഉള്ളൂ. ഇന്നാ ഇതിൽ ഉണ്ടയാണോ അപ്പൂപ്പ? ഉണ്ട്, നെയ്യപ്പോ ഒക്കെ ഉണ്ട്. ഹായ്. അതവിടെ വെച്ചേക്ക്, ഞാൻ വന്നിട്ട് എടുത്തു തരാം. അമ്മാവനെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. അവിടെ തെങ്ങേറ്റവും തേങ്ങാ വെട്ടവും ഒക്കെ ആയിരുന്നു.
ഈ വയസ്സുകാലത്ത് എന്തിനാ ഒറ്റയ്ക്കിടന്ന് ഇങ്ങനെ അധ്വാനിക്കുന്നത്? ഇനി കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. നല്ല ശിക്ഷയായി. കൊപ്ര കളത്തി കിടക്കുക. എനിക്ക് ഉച്ചകഴിഞ്ഞ് പോകണം. ആ, ബാലൻ രാവിലെ എങ്ങോട്ടാ? എനിക്കിന്ന് തിരുവനന്തപുരത്ത് ഹോം മിനിസ്റ്ററുടെ കോൺഫറൻസ് ഉണ്ട്. നാളെ വരികയൂ. ഓഹോ, അപ്പോ ഞാനങ്ങ് പോകും കേട്ടോ. ഇവിടെയും കുഞ്ഞുങ്ങളെയും അവധിക്ക് അങ്ങോട്ട് അയക്കണം. അയ്യോ, ഇവളിവിടെ ഇല്ലെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും കുഴയും. എന്നാ എല്ലാരും ഇവിടെ വന്നേക്ക്. ആ, നോക്കട്ടെ. അമ്മാവന് കാപ്പി ഇല്ല, എല്ലാവർക്കും കൂടെ കുടിക്കാം. വരൂ അച്ഛാ.